ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 2024 സെപ്റ്റംബർ 1 മുതൽ ഗതാഗത ലംഘനത്തിന് പിഴ അടയ്ക്കാനുള്ള വ്യക്തികൾക്ക് എല്ലാ പിഴയും കുടിശ്ശികയും അടയ്ക്കുന്നതുവരെ ഖത്തറിന് പുറത്തേക്ക് ഒരു അതിർത്തിയിലൂടെയും യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഗതാഗത നിയമ ലംഘകർക്ക് കര, വായു, കടൽ എന്നീ സംസ്ഥാന അതിർത്തികളിലൂടെ രാജ്യം വിടാൻ സാധിക്കില്ല. അതേസമയം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഖത്തർ പ്രഖ്യാപിച്ച പിഴ ഇളവ് ഈ മാസം 31 അവസാനിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 50% ഇളവോടെ ട്രാഫിക് പിഴ അടയ്ക്കാനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച് ജൂൺ 1 മുതൽ ആരംഭിച്ച ഇളവ് 3 മാസത്തേക്കായിരുന്നു പ്രഖ്യാപിച്ചത്. ഗതാഗത നിയമലംഘന കേസുകളിലെ പിഴ ഇളവ് ഉപയോഗിക്കാൻ അവസാന അവസരമാണ് ഇതെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. നിലവിലെ അവസരം ഉപയോഗപ്പെടുത്തി ആകെ പിഴയുടെ പകുതി തുക അടച്ച് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാം. ഈ മാസം 31 കഴിഞ്ഞാൽ പിഴത്തുക മുഴുവനായും അടയ്ക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, അതിനുശേഷം പിഴ അടയ്ക്കാതെ രാജ്യത്ത് നിന്നും പുറത്തു പോകാനും സാധിക്കില്ല. സൗദിയിലെ ചാരിറ്റബിൾ അസോസിയേഷനുകൾ, സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങൾ, സംഭാവനകൾ ശേഖരിക്കാൻ ലൈസൻസുള്ള മറ്റ് നോൺ പ്രോഫിറ്റ് മേഖലാ ഏജൻസികൾ, സൗദിക്കകത്ത് നിന്നുള്ള ചാരിറ്റി ധനസമാഹരണം തുടങ്ങിയവ ബാങ്ക് വഴി സ്വീകരിക്കാവൂ എന്ന് നിബന്ധന. അടുത്തിടെ മന്ത്രിസഭ അംഗീകരിച്ച ധനസമാഹരണ വ്യവസ്ഥയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലാത്ത ചാരിറ്റി ധനസമാഹരണം നിരോധിച്ചിട്ടുണ്ട്. ഇനി രാജ്യത്തിന് പുറത്തുനിന്നും ഫണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിന് നാഷണൽ സെന്റർ ഫോർ നോൺ പ്രോഫിറ്റ് സെക്ടറിന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. ഇനി ഉൽപ്പന്നങ്ങളോ വസ്തുക്കളോ ആണ് സംഭാവനയായി നൽകുന്നതെങ്കിൽ അത് അംഗീകൃത സൊസൈറ്റിയുടെ ആസ്ഥാനം, ലൈസൻസുള്ള ശാഖകൾ, സൈറ്റുകൾ എന്നിവയിലൂടെ സ്വീകരിക്കാൻ വ്യവസ്ഥ അനുവദിക്കുന്നുണ്ട്. ഒമാനിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രൊമോഷൻ ക്യാമ്പയിൻ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ആരംഭിച്ചു. ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ഈ മാസം 28 വരെയായി ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒമാനിലെ വിവിധ വിനോദ സൗകര്യങ്ങളും പ്രത്യേകതകളും ക്യാമ്പയിനിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒമാനിലെ കനത്ത മഴയിൽ നിസ്വ വാദി തനൂഫിൽ ഒഴുക്കിൽപ്പെട്ട് 4 പേർ മരണപ്പെട്ടു. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റോയൽ ഒമാൻ പോലീസിന്റെ പ്രസ്താവന പ്രകാരം 16 പേരടങ്ങുന്ന മൾട്ടിനാഷണൽ ഹൈക്കിംഗ് ഗ്രൂപ്പിലെ 5 അംഗങ്ങളാണ് പെട്ടെന്നുണ്ടായ കനത്ത മഴയിൽ ഒലിച്ചുപോയത്. മരിച്ചവരിൽ ഒരു ഒമാൻ പൗരനും 3 അറബ് പൗരന്മാരും ഉൾപ്പെടുന്നു. ഒരു കാൽനട യാത്രക്കാരന്റെ നില ഗുരുതരമായി തുടരുന്നു. പരിക്കേറ്റവരെ അടിയന്തര വൈദ്യസഹായത്തിനായി നിസ്വ ഹോസ്പിറ്റലിലേക്ക് വിമാനമാർഗം കൊണ്ടുപോയതായും ആർഒപി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അൽ ഖസീം മദീന റോഡിൽ ഉഖ്ലത്തുസ്സുക്കൂറിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരണപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. ചോളപ്പൊടിയുമായി വന്ന ട്രെയിലറിന് അടിയിൽപ്പെടുകയും ട്രെയിലർ നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. ഹൈവേ പോലീസും ട്രാഫിക് പോലീസും സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും നഗരസഭയും ഗതാഗത ലോജിസ്റ്റിക് സർവീസ് മന്ത്രാലയ ശാഖയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റിലെ ഹവല്ലി ഗവർണറേറ്റിലെ ജാബ്രിയയിൽ 6 നിലയുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പൊളിക്കുന്നതിനിടെ തകർന്നു വീണു. ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അനുമതിയോടെ പൊളിക്കൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കെട്ടിടം തകർന്ന് റോഡിലേക്ക് പതിച്ചത്. സൈറ്റിലുണ്ടായിരുന്ന 2 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വിവരം ലഭിച്ചയുടൻ ഫയർഫോഴ്സ് ടീമുകൾ സംഭവസ്ഥലത്തെത്തി. അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സ്വിഫ്റ്റ്നർ നായ്ക്കളെ ഉപയോഗിച്ച് പരിശോധന നടത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരും ആംബുലൻസ് ജീവനക്കാരും അഗ്നിശമന സേന അംഗങ്ങളും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. ബഹുനില കെട്ടിടം പൊളിക്കുമ്പോൾ ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തതിന് എഞ്ചിനീയറിംഗ് ഓഫീസിനും പൊളിക്കുന്ന കരാർ കമ്പനിക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ഹവല്ലി മുനിസിപ്പാലിറ്റി ഡയറക്ടർ എഞ്ചിനീയർ ഹമൂദ് അൽ മുതൈരി അറിയിച്ചു. ഷാർജയിൽ സ്ത്രീകൾക്ക് മാത്രമായി ബീച്ച് പ്രഖ്യാപിച്ചു. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. ഖോർഫക്കാനിലെ ലുലുമിയ ബീച്ചിൽ 500 മീറ്റർ പ്രദേശമാണ് സ്ത്രീകളുടെ മാത്രമായി നിശ്ചയിച്ചത്. ഖോർഫക്കാൻ നഗരത്തിലെ അൽബർദി 6 അൽബത്ത പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കാൽനടപാലം നിർമ്മിക്കാനും ഷാർജ ഭരണാധികാരി നിർദ്ദേശം നൽകി. ഒക്ടോബർ 1 മുതൽ
ബഹ്റൈൻ, സൗദി, ഇന്ത്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ശ്രീലങ്കൻ യാത്രയ്ക്ക് വിസ ആവശ്യമില്ല. ശ്രീലങ്കയുടെ സൗന്ദര്യം ആസ്വദിക്കാനും രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനും സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള ശ്രീലങ്കയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനം. ബഹ്റൈൻ, സൗദി എന്നിവ കൂടാതെ മറ്റ് 33 രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും ശ്രീലങ്കയിലെ 30 ദിവസത്തെ വിസാരഹിത താമസം ആസ്വദിക്കാനുള്ള സംവിധാനം മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഉള്ളി കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒമാനിൽ ഉള്ളിവില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. നിലവിൽ 1 കിലോ ഉള്ളിക്ക് 475 പൈസ മുതൽ 490 പൈസ വരെയാണ് ഒമാൻ വില. ചില വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറിൽ കുറഞ്ഞ വിലയ്ക്ക് ഉള്ളി വിൽക്കാറുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യൻ ഉള്ളിയല്ല. പല കാരണങ്ങളാൽ കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ ഇന്ത്യൻ ഉള്ളിക്ക് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് ഒമാനിൽ ഉള്ളിയുടെ വില കുതിച്ചുയർന്നത്. ഇതോടെ ഒമാനിൽ ഇന്ത്യൻ ഉള്ളി കിട്ടാതാവുകയും മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഉള്ളിവില കിലോയ്ക്ക് 700 പൈസയോളം എത്തുകയും ചെയ്തിരുന്നു. ഇത് സാധാരണ വിലയുടെ 3 ഇരട്ടിയായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യൻ ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതോടെ ഇന്ത്യൻ ഉള്ളി മാർക്കറ്റിൽ എത്തുമെന്നും വില കുറയുമെന്നും പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കയറ്റുമതി നിരോധനം എടുത്തുമാറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉള്ളിവില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ മുമ്പുള്ളതിന്റെ ഇരട്ടിയിലധികം വിലയാണ് ഇപ്പോൾ ഒമാൻ മാർക്കറ്റിലുള്ളത്. അതേസമയം ഉള്ളി കയറ്റുമതിക്ക് ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ 40% കയറ്റുമതി നികുതിയാണ് ഉള്ളിവില കുറയാതിരിക്കാൻ പ്രധാന കാരണമെന്ന് ഒമാനിലെ ഇറക്കുമതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. അതോടൊപ്പം ഉള്ളിക്ക് നിശ്ചയിച്ച ടണ്ണിന് $550 എന്ന ചുരുങ്ങിയ വിലയും നിലവിലുണ്ട്. ഇന്ത്യൻ സർക്കാർ ഏർപ്പെടുത്തിയ കയറ്റുമതി നികുതി കുറയ്ക്കാതെ ഉള്ളിവില കുറയാൻ സാധ്യതയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. 2ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്നാൽ ഇന്ത്യൻ ഉള്ളി ഗുണനിലവാരത്തിൽ മികച്ചതായതിനാൽ മാർക്കറ്റിൽ ഏറ്റവും പ്രിയം ഇന്ത്യൻ ഉള്ളിക്കാണ്. ഗുണനിലവാരത്തിൽ 2ാം സ്ഥാനം പാകിസ്ഥാനിൽ നിന്നുള്ള ഉള്ളിക്കാണ്. ഇന്ത്യൻ ഉള്ളിയുടെ കയറ്റുമതി നിരോധനം മറ്റ് രാജ്യങ്ങളിലെ ഉള്ളി കയറ്റുമതിക്കാർക്ക് അനുഗ്രഹമായിരുന്നു. പാകിസ്ഥാൻ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉള്ളിയാണ് അപ്പോൾ വിപണിയിലുണ്ടായിരുന്നത്. ഇന്ത്യയുടെ കയറ്റുമതി നിരോധനം ഏറ്റവും അനുകൂലമായത് പാകിസ്ഥാനാണ്. രാജ്യത്തേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 35 പേരെ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രക്കിലൂടെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇവരെ ഇബ്ര പോലീസ് യൂണിറ്റിന്റെ പ്രത്യേക സംഘത്തിന്റെ സഹകരണത്തോടെയാണ് പിടികൂടിയതെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ആഫ്രിക്കൻ വംശജരായ 35 പേരെയും ഇവരെ കടക്കാൻ സഹായിച്ചതിന് മറ്റ് 3 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരുകയാണ്. രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെട്ടു. നോർത്ത് അൽ ഷർക്കിയ, അൽ ദാഖ്ലിയ, അൽ ദാഹിറ, അൽ ബുറൈമി ഗവർണറേറ്റുകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. ഒമാന്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ ആരംഭിച്ച കാറ്റും ആലിപ്പഴ വീഴ്ചയും ഈ പ്രദേശങ്ങളിൽ അപകടകരമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചത്.